നേരത്തെ പറഞ്ഞ 3 മെത്തേഡ്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. അതിലും കുറച്ചും കൂടി കോംപ്ലെക്സ് ആണ് പീസ് വൈസ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഒരു കോംപ്ലെക്സിറ്റി അല്ലെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് the specification requires considerably more user input. അതാണ് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. So we can see some of the piecewise linear transformation functions. Okay. So, one second. ക്ലിയർ ആണോ നിങ്ങക്ക്? അർജുൻ PPT കാണുന്നില്ല. PPT കാണല്ലേ? ഇല്ല. ഇത്ര നേരം കാണണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഇപ്പൊ കാണണ്ടോ PPT? So we can start with piecewise linear transformation functions. So the principal advantage of piecewise functions is that the piecewise functions can be arbitrarily complex. Oh, so what is the disadvantage of piecewise function? അപ്പോൾ അതിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ് ആദ്യം തന്നെ പറയുന്നത്. ദ സ്പെസിഫിക്കേഷൻ റിക്വയർസ് കൺസിഡറബിളി മോർ യൂസർ ഇൻപുട്ട്. യൂസർ ഇന്ററാക്ഷൻ കൂടുതൽ വേണം പീസ്വൈസ് ഫങ്ഷൻസിന്. അപ്പോൾ there are different types of piecewise functions including first one is contrast stretching. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു കോൺട്രാസ്റ്റ് സ്ട്രെച്ചിങ്ങിന്റെ കാര്യം. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പീസ്വൈസ് ലീനിയർ ഫംഗ്ഷൻ ആണ് കോൺട്രാസ്റ്റ് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. How to implement contrast stretching that we can see. Contrast stretching is a process that expands the range of intensity levels in an image so that it spans the full intensity range of the recording medium or display device. ഇപ്പോൾ കോൺട്രാസ്റ്റ് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ കോൺട്രാസ്റ്റ് വലിച്ചു നീട്ടുന്നു. എങ്ങനെയാണ് കോൺട്രാസ്റ്റ് സ്ട്രെച്ച് ചെയ്യുന്നത്? We can expand the range of intensity levels. അതായത് ഇതിൽ എത്ര ഇപ്പൊ ഒരു ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാല് ടോട്ടൽ 256 വരെ ഉണ്ട് ഗ്രേ ലെവൽസ്. അപ്പോൾ ഇതില് മാക്സിമം ഒരു 200 വരെ ഉള്ളൂ എങ്കിൽ 256 വരെ ആക്കുന്നു. അല്ലെങ്കിൽ 100 വരെ ഇതിലുള്ള നമ്മുടെ കയ്യിലുള്ള ഇമേജിന്റെ ഇന്റൻസിറ്റി മാക്സിമം 100 വരെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ കൂട്ടി 200ഓ 250ഓ ആ റേഞ്ചിലേക്ക് ആക്കുന്നു. അതാണ് കോൺട്രാസ്റ്റ് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ. So while increasing the contrast stretching, we are increasing the contrast between dark and light portions. So dark light portions തമ്മിലുള്ള കോൺട്രാസ്റ്റ് ഇംപ്രൂവ് ചെയ്യാം. So what is color contrast? Contrast എന്ന് പറഞ്ഞാൽ light and dark portions തമ്മിലുള്ള ഡിഫറൻസ്. That is called contrast. So low contrast images can result from poor illumination, lack of dynamic range in imaging sensor, or even wrong setting of a lens aperture during image acquisition. അപ്പോൾ ഇമേജ് അക്വിസിഷന്റെ സമയത്ത് ഇമേജ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് വരുന്ന കുറെ എറേഴ്സ് ആണ് ലോ കോൺട്രാസ്റ്റ് ഇമേജസിന് കാരണം. അപ്പോൾ ഇറ്റ് ക്യാൻ റിസൾട്ട് ഫ്രം പുവർ ഇല്ലുമിനേഷൻ. നമ്മൾ ഒരു ഡാർക്ക് ഏരിയയിൽ നിന്നിട്ട് ആണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ ഇല്ലുമിനേഷൻ വിൽ ബി ലെസ്. അതുപോലെ ലാക്ക് ഓഫ് ഡൈനമിക് റേഞ്ച് ഇൻ ദ ഇമേജിംഗ് സെൻസർ. ഇമേജ് എടുക്കുന്ന ക്യാമറയുടെ ക്ലാരിറ്റി അതൊരു ഫാക്ടറാണ്. ഓർ റോങ് സെറ്റിംഗ് ഓഫ് എ ലെൻസ് എപ്പർച്ചർ. അത് ക്യാമറ എന്നെ യൂസ് ചെയ്തിട്ടാണ് എടുക്കുന്നതെങ്കിൽ ആ ക്യാമറയുടെ ലെൻസിന്റെ സെറ്റിംഗ്സ് ഉണ്ടാവും, അത് ചേഞ്ച് ചെയ്തിരിക്കുന്നതാണെങ്കിലും we will get poor images. So figure 3.10 shows a typical transformation used for contrast stretching.
We can see the image of a pollen grain. ഇതൊരു മൈക്രോസ്കോപ്പിക് ഇമേജ് ആണ്. ഒരു മൈക്രോസ്കോപ്പിക് ഇമേജ് 700 times. സോ ഒറിജിനൽ ഇമേജ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇമേജ് ഓഫ് പോളൻ മാഗ്നിഫൈഡ് 700 times. വളരെ ചെറിയൊരു ഇമേജ് ആണ്, അത് 700 times മാഗ്നിഫൈ ചെയ്തിട്ടുള്ള ഇമേജ് ആണ് ഈ കാണുന്നത്. അതാണ് 3.10 ബിയിൽ കാണുന്നത്. അപ്പോ ബിയിലുള്ളതൊരു you shall see it is as a low contrast image. ഇതിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊരു ലോ കോൺട്രാസ്റ്റ് ആണ്. എന്താണ് ലോ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാല് ആകെ ഒരു മങ്ങിയ ഫീലിംഗ് ആണുള്ളത്. The difference between light and dark portion is very small. So what will you do? You have to increase the contrast of the image. So we are applying different techniques. When you are applying contrast stretching techniques, you will get this result. That is figure C. C എന്ന് പറയുന്നത് it is the result of contrast stretching. Then D എന്ന് പറയുന്നത് result of thresholding. Okay, can you see this? Figure കാണാമോ എല്ലാവർക്കും? ടിൻഡു കാണാമല്ലോ അല്ലേ? ഓക്കെ, സോ ഒന്നും കൂടെ ഞാനൊന്ന് ഇതിലേക്ക് പോവാണ്. Okay, so can you clearly see the figure now? Okay, okay. അപ്പൊ ഇതിലെ ഫസ്റ്റ് ഫിഗറിൽ കാണുന്നത് ഇതിനെ ഒരു എന്താ കാണുന്നത്, ഒരു ബ്ലോക്ക് ഡയഗ്രാം ആണ്. അപ്പൊ ഈ ബ്ലോക്ക് ഡയഗ്രത്തില് ഇൻപുട്ട് ഗ്രേ ലെവൽ, അതായത് ഹൊറിസോണ്ടൽ വാല്യൂസ് 6 ആണ്. 6 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് ഗ്രേ ലെവൽ, ഇൻപുട്ട് ഇമേജ് ആണിത്. ഇത് വെർട്ടിക്കലി നിങ്ങൾ കാണുന്ന എന്താണ്? ഔട്ട്പുട്ട് ഗ്രേ ലെവൽ ആണ്. അപ്പൊ ഇൻപുട്ട് ഇമേജിനെ എൻഹാൻസ് ചെയ്തിട്ടുള്ള റിസൾട്ട് ആണ് വൈയിൽ കാണുന്നത്. സോ വി ആർ പ്ലോട്ടിംഗ് ദിസ്. അപ്പൊ ഇതൊരു ഇതില് ഡയഗ്രത്തില് പ്ലോട്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് ഇവിടെ ഒരു R1 S1 ഉണ്ട്, R2 S2 ഉണ്ട്. നമ്മൾ ഇതിന്റെ ബേസിലാണ് എൻഹാൻസ്മെന്റ് നടത്താൻ പോകുന്നത്. R1 എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റില് ഇൻപുട്ട് ഇമേജിന്റെ ഇന്റൻസിറ്റി, അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഇമേജ് ആണ് S1. R2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു പോയിന്റില് ഇമേജിന്റെ ഇന്റൻസിറ്റി R2 ആണ്, കറസ്പോണ്ടിങ് വാല്യൂ ഈസ് S2. സോ ഇതിന്റെ ബേസിലാണ് നമ്മൾ കോൺട്രാസ്റ്റ് സ്ട്രെച്ചിങ്ങും ത്രെഷോൾഡിങ്ങും നടത്താൻ പോകുന്നത്. സോ ഇഫ് R1 is equal to S1 and R2 is equal to S2 എന്ന് വെച്ചാൽ എന്താ? There is no change in input and output image. മനസ്സിലായില്ലേ? R1 is equal to S1 and R2 is equal to S2. അപ്പോ R1 എന്ന് പറഞ്ഞ പോയിന്റില് ഇൻപുട്ട് ഇമേജും ഔട്ട്പുട്ട് ഇമേജും ഒന്ന് തന്നെ. R2 എന്ന് പറയുന്ന പോയിന്റില് ഇൻപുട്ടും ഔട്ട്പുട്ടും ഒന്ന് തന്നെ. അപ്പോ ഈ R1 R2 എന്ന് പറഞ്ഞാല് 2 പോയിന്റ്സ് ആണ്. അപ്പൊ ഈ കേസിൽ there will be no change in gray levels. Then next case എന്ന് പറഞ്ഞാല് R1 is equal to R2. അത് 2 പോയിന്റ്സ് എടുത്തു, അതിന്റെ രണ്ടിന്റെയും ഇന്റൻസിറ്റി സെയിം ആണ്, ഇൻപുട്ട് ഇമേജിന്റെ ഇന്റൻസിറ്റി സെയിം ആണ്. അപ്പോ ആ കേസില് R1 is equal to R2 എന്നുള്ള കേസില് S1 is 0. അത് R1 എന്ന് പറയുന്നത് നമ്മൾ മിനിമം ആണ് കേട്ടോ. മിനിമം ഇമേജിന്റെ മിനിമം ഇന്റൻസിറ്റി ആണ് R1, ഇമേജിന്റെ മാക്സിമം ഇന്റൻസിറ്റി ആണ് R2. അപ്പോൾ മിനിമം ഇന്റൻസിറ്റി R1 ഇൻപുട്ട് R1 ആണ്, സോ ഔട്ട്പുട്ട് വിൽ ബി S1. മിനിമം ഇന്റൻസിറ്റി, ദിസ് ഇസ് മാക്സിമം ഇന്റൻസിറ്റി, ഇൻപുട്ട് ഇസ് R2, ഔട്ട്പുട്ട് ഇസ് S2. സോ ഇൻ ദിസ് കേസ് R1 is equal to S1, R2 is equal to S2 ആണെങ്കിൽ no change in gray levels. Second case, R1 is equal to R2 and S1 is equal to 0 and S2 is equal to L minus 1. അപ്പോൾ ഇതാണ് റേഞ്ച് എന്ന് പറയുന്നത്. നമ്മുടെ ഗ്രേ ലെവൽ ഇമേജിന്റെ റേഞ്ച് ആണ് 0 to L minus 1. അപ്പോൾ ഔട്ട്പുട്ട് ഇമേജിന്റെ മിനിമം ഇന്റൻസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഔട്ട്പുട്ട് ഇമേജിന്റെ മാക്സിമം ഇന്റൻസിറ്റി എന്തായിരിക്കും? മാക്സിമം വാല്യൂ ആയിരിക്കും. ഗ്രേ ലെവലിന്റെ ഗ്രേ റേഞ്ചിന്റെ ഗ്രേ സ്കെയിൽ ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറയുന്നത് 256 ആണ്.
അല്ലെങ്കിൽ 0 to 255 ആണ്. We will get 256 values or we get 0 to 256. Sorry, 0 to 255. അപ്പോൾ നമുക്ക് മിനിമം എന്ന് പറയുന്നത് 0യും മാക്സിമം എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ആണ്. In that case, the transformation becomes a thresholding function. ഈ കേസിലാണ് ട്രാൻസ്ഫോർമേഷൻ ഒരു ബൈനറി ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ഇന്റർമീഡിയറ്റ് കേസസ്, അപ്പോൾ ഇത് മിനിമം കേസും മാക്സിമം കേസും ആണ് പറഞ്ഞത്. Intermediate cases produce various degrees of spread in the gray levels of output image. Intermediate values എന്ന് പറയുന്നത് it produces different degrees of spread. So in general, we can write like this: R1 less than or equal to R2 and S1 less than or equal to S2 is assumed. R1 എന്ന് പറയുന്നത് മിനിമം, R2 എന്ന് പറയുന്നത് മാക്സിമം of the input image. S1 എന്ന് പറയുന്നത് minimum of the input image, S2 എന്ന് പറയുന്നത് maximum of, S1 എന്ന് പറയുന്നത് minimum of output image, S2 maximum of output image. So the function is single valued and monotonically increasing. Monotonically, ഒരു sequence കഴിയുന്നതോറും increasing ആണ് function. This condition preserves the order of gray levels, thus preventing the creation of intensity artifacts in the processed image. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ R1 less than or equal to R2 and S1 less than or equal to S2 എന്ന് പറയുന്ന കണ്ടീഷൻ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ the function is single valued and monotonically increasing. അത് ഒന്നുകൂടി കാണിച്ചു തരാം. ആ റേഞ്ച് ഇതാണ് നമ്മുടെ ഇമേജ്, ലോ കോൺട്രാസ്റ്റ് ഇമേജ് ആണ്. This is the result of contrast stretching. This is the result of thresholding. Now, ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ 310C-യിൽ C shows the result of contrast stretching obtained by setting R1 S1 is equal to R minimum, 0 and R2 S2 is equal to R maximum, L minus 1. Where R minimum എന്ന് പറഞ്ഞാൽ minimum gray level in the input image. R max denotes maximum gray levels in the output image. So the transformation function or in the T, എന്തായിരിക്കും സംഭവിക്കുന്ന T-യില്? T എന്ത് ചെയ്യും? T എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഓപ്പറേറ്റർ എന്താ ചെയ്യുന്നത്? ഇറ്റ് സ്ട്രെച്ചസ് ദ ലെവൽസ് ലീനിയർലി ഫ്രം ഒറിജിനൽ റേഞ്ച് ടു ഫുൾ റേഞ്ച്. അപ്പൊ ഒറിജിനലി അതിന്റെ റേഞ്ച് ഇപ്പൊ 0 to 50 വരെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഫൈനലി അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to L-1 വരെ ആയിരിക്കും. ഓക്കെ, സോ ഫൈനലി 310D shows the result of using thresholding function. അപ്പോൾ 310C shows the result of contrast stretching. അതായത് മാക്സിമം സ്ട്രെച്ച് ചെയ്തിട്ട് മാക്സിമം കോൺട്രാസ്റ്റ് വരുത്താണ്, ഇമേജസിലുള്ള കളർ കോൺട്രാസ്റ്റ് മാക്സിമം ആക്കുന്നു. Finally, 310D shows the result of using threshold function. So, thresholding function R1 is equal to R2 is equal to M. രണ്ട് images in R1 is equal to R2 is equal to M. M എന്താണ്? The mean gray level in the image. R1 ഉം R2 M ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. That is minimum gray level in the image. അപ്പോൾ ഇതാണ് കേസ് 1 എന്ന് പറയുന്നത് കോൺട്രാസ്റ്റ് സ്ട്രെച്ചിങ്. കോൺട്രാസ്റ്റ് സ്ട്രെച്ചിങ്ങിന്റെ കേസ് ഇതാണ്. ദെൻ ത്രെഷോൾഡിങ്ങിന്റെ ഇനി അടുത്തത് ഗ്രേ ലെവൽ സ്ലൈസിംഗ് ആണ്, സെക്കൻഡ് ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ. ഇത് മനസ്സിലായോ? എന്തെങ്കിലും ക്ലിയർ ആവാനുണ്ടെങ്കിലും ഒന്ന് ചോദിച്ച്. ക്ലിയർ ആണോ? ആരും ഉണ്ടല്ലോ? മനസ്സിലായി മിസ്. സംശയമൊന്നുമില്ല? ഇതിന് മുമ്പത്തെ PPT ഒന്ന് കാണിക്കോ? ഇതിന് മുമ്പത്തെ PPT ഇതാണോ? മെയിൻ പോയിന്റ്സ് നോട്ട് ചെയ്തോ?
മതി മിസ്. ഓക്കെ. അപ്പൊ പീസ് വൈസ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷന്റെ ആദ്യത്തെ ഫംഗ്ഷനാണ് നമ്മൾ പറഞ്ഞത് കോൺട്രാസ്റ്റ് സ്ട്രെച്ചിങ്. ഇനി അടുത്തത് ഗ്രേ ലെവൽ സ്ലൈസിംഗ് ആണ് പറയാൻ പോകുന്നത്. ഗ്രേ ലെവൽ സ്ലൈസിംഗ് എന്ന് പറഞ്ഞാല് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ പോവാണ്. ഗ്രേ ലെവൽസിന്റെ ഏത് പോർഷൻ ആണോ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടത് ആ പോർഷൻ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാല്, ഫോർ എക്സാമ്പിൾ വി ആർ ഹാവിങ് ആൻ ഇമേജ് ഓഫ് മാസസ് ഓഫ് വാട്ടർ. അപ്പൊ ഏതെങ്കിലും ദൂരെ നിന്നുള്ള സാറ്റലൈറ്റ് ഇമേജ് എന്ന് പറഞ്ഞാല് ദൂരെ നിന്നുള്ള ഒരു ഇമേജ് ആണ് അല്ലെ. അപ്പൊ അതില് വിൽ ബി വാട്ടർ മാസസ്. വാട്ടർ മാസിന്റെ ദൂരെ നിന്നുള്ള ഒരു വ്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. അതല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാല് എക്സ്റേ ഇമേജസ്. അപ്പൊ ഏതെങ്കിലും ഒരു പോർഷൻ നമുക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള എക്സ്റേ ഇമേജസ് ആണ് വേറൊരു എക്സാമ്പിൾ. അപ്പൊ ഈ കേസിലാണ് ഗ്രേ ലെവൽ സ്ലൈസിംഗ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാല് നമുക്ക് ആവശ്യമുള്ള ഒരു റേഞ്ച് ഓഫ് ഗ്രേ ലെവൽസിൽ ഇപ്പൊ ഇന്ന വാല്യൂ തൊട്ട് ഇന്ന വാല്യൂ വരെ ഹൈലൈറ്റ് ചെയ്യണം. ഹൈലൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാല് ഇപ്പൊ സാറ്റലൈറ്റ് ഇമേജറിയിൽ വാട്ടർ എവിടെയാണോ കാണുന്നത് അത് മാത്രം ഹൈലൈറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എക്സ്റേ ഇമേജിൽ എവിടെയാണോ ഡിഫക്റ്റ് ഉള്ളത് ആ പോർഷൻ മാത്രം ഹൈലൈറ്റ് ചെയ്യണം. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഗ്രേ ലെവൽ സ്ലൈസിംഗ് എന്ന് പറയുന്നത്. ഗ്രേ ലെവൽ സ്ലൈസിംഗിൽ എന്ത് ചെയ്യും? ഡിസ്പ്ലേ എ ഹൈ വാല്യൂ ഫോർ ഓൾ ഗ്രേ ലെവൽസ് ഇൻ ദ റേഞ്ച് ഓഫ് ഇൻട്രസ്റ്റ്. നമുക്ക് ഇന്ന വാല്യൂ മുതൽ ഇപ്പൊ 50 മുതൽ 100 വരെയുള്ളതാണ് നമ്മുടെ റേഞ്ച് ഓഫ് ഇൻട്രസ്റ്റ് എങ്കിൽ അതുവരെയുള്ള എല്ലാ പിക്സൽസിനും ഹൈയസ്റ്റ് വാല്യൂ, ദാറ്റ് ഇസ് ബൈനറി ആണെങ്കിൽ ഹൈ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അതല്ല ഗ്രേ സ്കെയിൽ ആണെങ്കിൽ ഹൈ എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും ഹൈ ആയിട്ടുള്ള വാല്യൂ എന്താണോ അതാണ് അതിന്റെ ഹൈ വാല്യൂ. ആൻഡ് എ ലോ വാല്യൂ ഫോർ ഓൾ അതർ ഗ്രേ ലെവൽസ്. ഫസ്റ്റ് കേസിൽ അങ്ങനെ ചെയ്യുന്നത്, അതായത് ഒരു റേഞ്ചിലുള്ള ഇതിപ്പോ 50 to 100 വരെയുള്ള അതാണ് നമ്മുടെ റേഞ്ച് ഓഫ് ഇൻട്രസ്റ്റ് എങ്കിൽ അതിലുള്ള എല്ലാ വാല്യൂസും ഹൈ. അതല്ല എന്നിട്ട് ബാക്കിയുള്ള എല്ലാ ഗ്രേ ലെവൽസും ഒരു ലോ വാല്യൂ കൊടുക്കും. ഏറ്റവും ലോ വാല്യൂ ബാക്കിയുള്ള ഗ്രേ ലെവൽസും വളരെ ലോ ആയിട്ട് സെറ്റ് ചെയ്യും. So this transformation produces a binary image. 3.11a എന്ന് പറയുന്നത് ഇതാണ് 3.11a. സോ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഈ റേഞ്ചിൽ ഇപ്പൊ എ ബി എന്ന് പറഞ്ഞ ഇതാണ് രണ്ട് റേഞ്ചസ്. 0 to L-1 ആണ് നമ്മുടെ ടോട്ടൽ റേഞ്ച്. അതില് A to B എന്ന് പറയുന്നതാണ് നമ്മുടെ റേഞ്ച് ഓഫ് ഇൻട്രസ്റ്റ്. എക്കും ബിക്കും ഇടയ്ക്കുള്ള എല്ലാ ഇന്റൻസിറ്റി വാല്യൂസും ഹൈ ആയിട്ട് കൊടുത്തു. ഈ ഒരു വാല്യൂ കംപ്ലീറ്റ് എക്കും ബിക്കും ഇടയ്ക്കുള്ളതിന് കൊടുത്തു. അപ്പൊ ബാക്കിയുള്ളതിന് എന്ത് ചെയ്യും? ബാക്കിയുള്ളതിനൊരു മിനിമം വാല്യൂ കൊടുത്തു. ഏറ്റവും ലോ വാല്യൂ ഇവിടുന്ന് 0 to A വരെ ഉള്ളതിനും ലോ കൊടുക്കും, B to L-1 വരെ ഉള്ളതിനും ലോ കൊടുക്കും. അതാണ് ഒരു മെത്തേഡ്. ദെൻ സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗ്രേ ലെവൽ സ്ലൈസിംഗിലെ തന്നെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ റേഞ്ച് ഓഫ് ഇൻട്രസ്റ്റ് A to B അല്ലേ, അതിലുള്ള വാല്യൂസ് ഹൈ ആയിട്ട് കൊടുക്കും. പക്ഷേ റിമൈനിങ് വാല്യൂസിനെ ഒന്നും എഫക്റ്റ് ചെയ്യില്ല. റിമൈനിങ് വാല്യൂസ് അത് തന്നെയായിട്ട് തുടരും. അത് 0 to A വരെയുള്ളതിനെ ലോ ആക്കുന്നില്ല. 0 to A വരെയുള്ള വാല്യൂസ് എല്ലാം അതിന്റെ പഴയ ഇന്റൻസിറ്റി എന്താണോ അത് തന്നെ. B to L-1 വരെയുള്ള റേഞ്ച് ബാക്കിയുള്ളതാണ്. ഇത് നമ്മുടെ റേഞ്ച് ഓഫ് ഇൻട്രസ്റ്റ് അല്ല. അപ്പൊ 0 to Aയും B to L-1ഉം ഈ രണ്ട് വാല്യൂസ്, ഈ രണ്ട് കേസ് വാല്യൂസും പഴയതുപോലെ തന്നെ തുടരും. ഓൺലി the range of interest is highlighted. So the other levels are preserved. മനസ്സിലായോ ഇത് ഗ്രേ ലെവൽ സ്ലൈസിംഗ്? അർജുൻ? അപ്പൊ ഇതാണ് അതിലെ രണ്ട് സ്ട്രാറ്റജീസ്. ഗ്രേ ലെവൽ സ്ലൈസിംഗില് ഡിസ്പ്ലേ ഹൈ വാല്യൂ ഫോർ ഓൾ ഗ്രേ ലെവൽസ് ഇൻ ദ റേഞ്ച് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് എ ലോ വാല്യൂ ഫോർ ഓൾ അതർ ഗ്രേ ലെവൽസ്. അതൊരു കേസ്. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് brightens the desired range of gray levels but preserves the background and other
gray level tonalities in the image. അതിന്റെ എക്സാമ്പിൾ ആണ് കാണിച്ചിരിക്കുന്നത്. So we have discussed two methods in piecewise linear transformation functions. First one is contrast stretching. Second one is gray level slicing. And we can pass on to the third one, bit plane slicing. എന്താണ് ബിറ്റ് പ്ലെയിൻ സ്ലൈസിംഗ് എന്നുള്ളത് നോക്കാം. ഇവിടെ ബിറ്റ് പ്ലെയിൻ സ്ലൈസിംഗിൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇമേജസിന്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാണ്. ടോട്ടൽ ഇമേജസിന് അത് ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പിക്സൽസ് ഉണ്ടാവും. അതിൽ ഒരു പിക്സൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 8 ബിറ്റ്സ് വെച്ചിട്ടാണ്. ഒരു പിക്സല് 8 ബിറ്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് മെത്തേഡിലാണ്, ഏത് ടൈപ്പ് ഓഫ് ഇമേജിലാണ് 8 ബിറ്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്? ടിൻഡു? ഗ്രേ ലെവലില്. അപ്പൊ ഗ്രേ ലെവലില് ഓരോ പിക്സലും 8 ബിറ്റ് വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യാണ് എന്ത്, ഒരു an image is composed of 8 1-bit planes. ഒരു ഇമേജിനെ നമ്മൾ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. യു ക്യാൻ സീ ഇൻ ദ ഫിഗർ. ഒരു 8 പ്ലെയിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ബിറ്റ് പ്ലെയിൻ 0, ബിറ്റ് പ്ലെയിൻ 1, ബിറ്റ് പ്ലെയിൻ 2 അപ് ടു ബിറ്റ് പ്ലെയിൻ 7 വരെ. അതായത് ഒരു ഇമേജ് is represented by 8 bits. So image is composed of 8 1-bit planes ranging from bit plane 0 for the least significant bit to bit plane 7 for the most significant bit. 0 എന്ന് പറയുന്നത് ബിറ്റ് പ്ലെയിൻ 0-ല് അപ്പൊ എന്താ ഉള്ളത്? എല്ലാത്തിന്റെയും ബിറ്റ് 0 ആയിരിക്കും ബിറ്റ് പ്ലെയിൻ 0-ലുള്ളത്. ഇമേജിന്റെ എല്ലാ പിക്സൽസിന്റെയും 0th ബിറ്റ് ബിറ്റ് പ്ലെയിൻ 0-ലായിരിക്കും. എല്ലാ ഇമേജിന്റെ എല്ലാ പിക്സൽസിന്റെയും ബിറ്റ് 1 എന്നുള്ളത് ബിറ്റ് പ്ലെയിൻ 1-ലായിരിക്കും. അപ്പൊ ബിറ്റ് പ്ലെയിൻ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ പിക്സൽസിന്റെയും 2 എന്ന് പറയുന്ന ബിറ്റ് എല്ലാം ബിറ്റ് പ്ലെയിൻ 2-ലായിരിക്കും. ലൈക്ക് വൈസ് വി ക്യാൻ അറേഞ്ച്. അതിനെയാണ് ബിറ്റ് പ്ലെയിൻ സ്ലൈസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്? വൈ വി നീഡ് ടു അറേഞ്ച് ലൈക്ക് ദിസ്? അപ്പോ ഇതെന്ന് പറഞ്ഞാല് the contribution of bit planes to total image appearance, that is an important factor. ബിറ്റ് പ്ലെയിൻ 0-ല് എല്ലാ 0th ബിറ്റും ആണ് ഉള്ളതെന്ന് പറഞ്ഞു. എല്ലാ പിക്സൽസിന്റെയും 0 എന്ന് പറയുന്ന ബിറ്റാണ് ബിറ്റ് പ്ലെയിൻ 0-ലുള്ളത്. So each pixel is represented by 8 bits. So imagine that image is composed of 8 1-bit planes ranging from bit plane 0 to bit plane 7. അപ്പോൾ പ്ലെയിൻ 0-ല് എല്ലാ 0th ബിറ്റ്, പ്ലെയിൻ 1-ല് എല്ലാ 1 ബിറ്റ്, പ്ലെയിൻ 2-ല് എല്ലാ 2 ബിറ്റ്സ്, പ്ലെയിൻ 7-ല് എല്ലാ 7th ബിറ്റ്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാല് ഈ ഇമേജിന്റെ കോൺട്രിബ്യൂഷനിൽ അത് ഇമേജ് നന്നായിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഈ ബിറ്റ് 0 മുതൽ ബിറ്റ് 7 വരെയുള്ള ബിറ്റ്സിന് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവുമല്ലോ. ഏത് ബിറ്റിനാണ് കൂടുതൽ സിഗ്നിഫിക്കൻസ്, ആ ബിറ്റ് പ്ലെയിൻസ് മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതി. അതാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ്. നോട്ട് ദാറ്റ് the higher order bits, especially the top 4, contains the majority of the visually significant data. അപ്പൊ എക്സ്പെരിമെന്റ്സ് പറയുന്നത് എന്താണ്? ഹയർ ഓർഡർ ബിറ്റ്സ് എന്ന് പറഞ്ഞാല് ടോപ്പ് 4 പ്ലെയിൻസ് ഉണ്ടല്ലോ, ആ ടോപ്പ് 4 പ്ലെയിൻസ് മതി വിഷ്വലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് കിട്ടാനായിട്ട്. ബാക്കിയുള്ള ബിറ്റ് പ്ലെയിൻസ് വളരെ കുറച്ചേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ ഇമേജിന്റെ ഡീറ്റെയിൽസിലേക്ക്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്താണ് സ്റ്റോറേജിന്റെ പ്രശ്നം വരുമ്പോൾ നമുക്ക് ആ ബിറ്റ്സ് എന്ത് ചെയ്യാം, ഒഴിവാക്കാനായിട്ട് പറ്റും. So separating a digital image into bit plane is useful for analyzing the relative importance of each bit in the image. ഓരോ ബിറ്റിനും ഇമേജിന് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ള മനസ്സിലാക്കാനായിട്ട് ബിറ്റ് പ്ലെയിൻ സ്ലൈസിംഗ് ഹെൽപ്ഫുൾ ആയിരിക്കും. So this is an 8-bit fractal image. ഇപ്പൊ ഫ്രാക്ടൽ എന്ന് പറഞ്ഞാല് നിങ്ങൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഡിഗ്രി BCA കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് പഠിച്ചിട്ടുള്ളവർക്കും അറിയാം,
ഫ്രാക്ടൽസ് എന്താന്നുള്ളത്. ഫ്രാക്ടൽ എന്ന് പറഞ്ഞ ഒരു ഇമേജ് ആണ്, മാത്തമാറ്റിക്കൽ ഇമേജ് ആണ്. അപ്പൊ ഒരേപോലെയുള്ള ഇപ്പം അതിന്റെ ഒരു ചെറിയ പോർഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മേജർ പോർഷന് സിമിലർ ആയിട്ടുള്ള ഒരു പിക്ചർ ആയിരിക്കും. അപ്പൊ ഈ ഒരു പിക്ചർ നോക്കിയാൽ ഈ പിക്ചറിന്റെ ഒരു ഏതെങ്കിലും ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞാല് ഈ ഒരു പോർഷൻ എടുത്തു വിചാരിക്കാം. ഈ ഒരു പോർഷൻ എടുത്താൽ അത് ഓവറോൾ പിക്ചറിന്റെ ലുക്ക് തന്നെ ആയിരിക്കും ഈ ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ. അതായത് സെൽഫ് സിമിലാരിറ്റി എമംഗ് ദ ഓബ്ജക്ട് പാർട്സ്. അപ്പൊ അതില് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഹില്ല് അല്ലെ മൗണ്ടൻ എന്നൊക്കെ പറയുമ്പോൾ അതൊരു നാച്ചുറൽ ഒബ്ജക്റ്റ് ആണ്. ആ മൗണ്ടനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? മൗണ്ടന്റെ ഒരു ചെറിയ പോർഷൻ എടുത്താൽ വലിയൊരു മൗണ്ടനെ അത് റെപ്രസെന്റ് ചെയ്യുന്നു. സോ ദർ ഈസ് സെൽഫ് സിമിലാരിറ്റി എമംഗ് ദ ഇമേജസ്. അപ്പോൾ ഇതിന്റെ ഒരു ചെറിയ പിക്ചർ പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ചെറിയ പോർഷൻ ഓവറോൾ പോർഷൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അതാണ് ഫ്രാക്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഫ്രാക്ടൽ ഇമേജ്, this fractal image is formed using bit plane slicing. Now see this example, the 8-bit planes of the image. One second. കാണാമോ എല്ലാവർക്കും? PPT കാണാമോ അർജുൻ? So see this, അതില് 8-bit planes ഉണ്ട്. ഓക്കെ, the number at the bottom എന്ന് പറയുന്നത് ബിറ്റ് പ്ലെയിൻ ഏതാണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഇമേജിന്റെ ഇതാണ് ഒറിജിനൽ ഇമേജ്. ഇപ്പൊ നേരത്തെ കാണിച്ചില്ലേ ഒരു ഫ്രാക്ടൽ ഇമേജ്, ഇതാണ് ഫ്രാക്ടൽ ഇമേജ്. ഇതിന്റെ പല ബിറ്റ് പ്ലെയിൻസ് ആയിട്ട് തിരിച്ചിരിക്കുന്നതാണ് ഇത്. അതായത് ഈ ഫ്രാക്ടൽ ഇമേജിന്റെ എല്ലാ പിക്സൽസിന്റെയും ബിറ്റ് 0 മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പിക്ചർ കിട്ടും. അതിന്റെ ബിറ്റ് 1 മാത്രം എടുത്താൽ ഇങ്ങനെ ഒരു പിക്ചർ കിട്ടും. 2 ആണെങ്കിൽ ഇങ്ങനെ കിട്ടും. 3 ആണെങ്കിൽ ഇങ്ങനെ, 4 ആണെങ്കിൽ ഇത്, 5 ആണെങ്കിൽ ഇത്, 6, 7. ഓക്കെ, അപ്പോ ഇത് നോക്കിയേ, 7 എന്ന് പറഞ്ഞ ബിറ്റ് പ്ലെയിൻ എടുത്തപ്പോഴേക്കും അത് ഒറിജിനലി അതാണ് ഒറിജിനൽ പിക്ചർ. ഒറിജിനൽ പിക്ചറിനോട് വളരെ സാമ്യമുള്ളത് ഏതാണ്? ബിറ്റ് 7 ആണ്, ബിറ്റ് പ്ലെയിൻ 7 ആണ്. ക്ലിയർ? അപ്പോ ഈ ലോവർ ബിറ്റ്സിന് ലീസ്റ്റ് സിഗ്നിഫിക്കൻസ് ആണുള്ളത്. ഓവറോൾ ഇമേജിൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻസ് ആണ് 0, 1, 2, 3 എന്നാണ് ലോവർ 4 ബിറ്റ്സിനുള്ളത്. ഹയർ ബിറ്റ്സിലേക്ക് പോകുമ്പോഴാണ് ഒറിജിനൽ ഇമേജിനോട് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇമേജ് വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ബിറ്റ് പ്ലെയിൻ സ്ലൈസിങ്.
ക്ലിയർ ആയോ ഇത്രയും? ക്ലിയർ ആയോ?